വിശദീകരിക്കാൻ NSS നേതൃത്വം. നാളെ NSS ആസ്ഥാനത്ത് ചേരുന്ന പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കും. പിണറായി സർക്കാരിന് പിന്തുണ നൽകുന്ന സാഹചര്യം സമുദായ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മഹേഷ് ചന്ദ്രനാണ് ചേരുന്നത്. മഹേഷ്, ഇന്നിപ്പോൾ വലിയ തരത്തിൽ വിവാദം, പ്രതിഷേധമൊക്കെ ഉയരുകയാണ് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. ഇത് NSS ജനറൽ സെക്രട്ടറിയുടെ മാത്രം തീരുമാനമാണോ, അതോ ഇത് സമുദായത്തിന്റെ മുഴുവൻ തീരുമാനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ പ്രതിഷേധം, പലയിടത്തും രാജി വരെ ഉണ്ടായിരിക്കുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്. എന്താണ് നാളെ പറയാൻ പോകുന്നത്? സ്വാതി, നാളെ NSSന്റെ ആസ്ഥാന മന്ദിരത്തിലെ പെരുന്നയിൽ വെച്ച് നടക്കുന്ന പൊതുയോഗത്തിലാണ് ഇക്കാര്യത്തിലുള്ള വ്യക്തത വരുത്തിക്കൊണ്ട നിലപാട് പ്രഖ്യാപിക്കുക ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഇക്കാര്യത്തിൽ ഈ യോഗം നേരത്തെ തീരുമാനിച്ചതാണ്. ഇതിന്റെ വരവ് ചെലവ് കണക്കുകളും എഫിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ അംഗീകരിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്ന പൊതുയോഗമാണ്. ആ പൊതുയോഗത്തിൽ യോഗത്തിനിടയിൽ തന്നെയായിരിക്കും ജനറൽ സെക്രട്ടറി കാര്യങ്ങളിൽ വിശദീകരണം നൽകുക. ആഗോള അയ്യപ്പ സംഘത്തെ എന്തുകൊണ്ട് NSS പിന്തുണച്ചു എന്ന് കാര്യകാരണ സഹിതം സമുദായങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. അതുമാത്രമല്ല, പിണറായി സർക്കാരിനുള്ള നിലപാടും വ്യക്തമാക്കും. പിണറായി സർക്കാരുമായി സഹകരിച്ചു പോകുന്ന രീതിയിലേക്ക് NSS മാറിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കും. UDF നേതൃത്വം, അതുപോലെ തന്നെ BJP ഒക്കെ തന്നെയും അവരോട് എന്തുകൊണ്ടാണ് അകലം പാലിക്കുന്നത്, അവർ ഏത് തരത്തിലേക്കാണ് സമുദായത്തിന് ഗുണകരമായി പ്രവർത്തിക്കാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനും NSS ജനറൽ സെക്രട്ടറി തയ്യാറായിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അണിവിട പിന്നോട്ട് പോകുന്നില്ല, വ്യതിചരിക്കില്ല എന്ന തരത്തിലേക്കുള്ള നിലപാട് തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി ഉള്ളത്. NSS നേതൃത്വം അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി തീരുമാനമായി പ്രഖ്യാപിക്കുന്നതിന് ഭാഗമാവുകയും കൂടി ചെയ്യുന്നതാണ് ഈ നാളത്തെ പൊതുയോഗം. ആ പൊതുയോഗത്തിൽ NSS ജനറൽ സെക്രട്ടറി പിണറായി സർക്കാരുമായി എന്തുകൊണ്ട് ഇപ്പോൾ സഹകരിക്കുന്നു, എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഘത്തെ പിന്തുണച്ചെന്ന് വ്യക്തമാക്കും. ഈ ആഗോള അയ്യപ്പ സംഘത്തെ പിന്തുണയ്ക്കാൻ കാരണം ശബരിമല വികസനം, വിശ്വാസ സംരക്ഷണം, ഇത് രണ്ടും ഊന്നിക്കൊണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. അതേസമയം കോൺഗ്രസ്, UDF, BJP ഇവരൊക്കെ തന്നെയും ഈ ആഗോള അയ്യപ്പ സംഘത്തെ അവർ പങ്കെടുക്കാതിരിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുകയും അതേസമയം ശബരിമലയ്ക്ക് വേണ്ടി യാതൊരു കാര്യവും ചെയ്യാൻ അവർ ഭാഗത്ത് തീരുമാനമുണ്ടാകില്ല. കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ട് അക്കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. അത്തരത്തിലേക്ക് ശബരിമലയ്ക്ക് വേണ്ടി അവരാരും ഒരു കാര്യങ്ങളും ചെയ്യാത്തപ്പോൾ പിണറായി സർക്കാർ മാത്രപരമായ നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാട് മാറ്റത്തിനെ NSS സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അദ്ദേഹം വ്യക്തമാക്കുക. സ്വാതി. ശരി മഹേഷ്, എന്തായാലും നാളെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.